അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ഒരാളും തട്ടിമാറ്റി പോകരുത്. ഇന്ന് ബറാഅത്ത് രാവാണല്ലോ. ഇന്നത്തെ ഈ രാവിലെ നമ്മൾ ചൊല്ലിയാൽ ഈ വർഷം മുഴുവനും നമുക്ക് വലിയ ഭാഗ്യവും ഖൈറും സന്തോഷവും കടന്നു വരാൻ കാരണമാകുന്ന ദിക്റുകളും ദുആകളും ഒരു PDF ആക്കിയിട്ട് ഇവിടെ ഈ സൈഡിൽ ഇവിടെ കാണിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കതിൽ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് കൃത്യമായും മനസ്സിലാക്കി ചൊല്ലാവുന്നതാണ്. സമയം നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് നമുക്ക് ഇങ്ങനൊരു അവസരം ഈ വർഷം നമുക്ക് ലഭിക്കുകയില്ല. അടുത്ത വർഷമേ ലഭിക്കുകയുള്ളൂ. ആ വർഷത്തിലേക്ക് നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് പോലും നമുക്കറിയൂല. ഇതുപോലെ കഴിഞ്ഞ ബറാഅത്തിനുണ്ടായിരുന്ന എത്രയോ ആളുകൾ ഇന്ന് ആറടി മണ്ണിലാണ്. അതുകൊണ്ട് കൃത്യമായി ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മജ്‌ലിസ് ഇൻഷാ അല്ലാഹ് മഗ്രിബ് നിസ്കരിച്ച ഉടനെ തന്നെ ആരംഭിക്കും. നിങ്ങളൊക്കെ ഈ ചാനലിൽ മജ്‌ലിസ് ഉണ്ടാകും. നിങ്ങൾ വരിക. നമ്മൾ പ്രത്യേകം നിങ്ങളോട് നെയ്യത്ത് വെക്കാൻ പറയും. ആ നെയ്യത്ത് നിങ്ങൾ വെക്കും. എന്നിട്ട് നമ്മൾ യാസീൻ ഓതും. എന്നിട്ട് നമ്മൾ ആ നെയ്യത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. അങ്ങനെ നമ്മൾ വർഷങ്ങളായി നടത്തുന്ന മജ്‌ലിസാണ്. നിങ്ങൾ അതിൽ പങ്കെടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു വിഷയം, ഇന്ന് നല്ലൊരു പുണ്യരാവാണല്ലോ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസിൽ വെച്ച് പ്രത്യേകം ദുആ ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ ഒരു 50 പേർക്കുള്ള നോമ്പ് തുറയോ ഒരു 20 പേർക്കുള്ള 30 പേർക്കുള്ള നോമ്പ് തുറയൊക്കെ ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എഴുതി അറിയിക്കുക. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ റമളാനിൽ നാം ചെയ്യുന്ന ഏറ്റവും പുണ്യകരമായ കർമ്മങ്ങളിൽപ്പെട്ട ഒരു കർമ്മമാണല്ലോ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. അത് ഇനി നേരത്തെ ബറാഅത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മുടെ അവസാനത്തെ റമളാൻ ആണെന്ന് സങ്കല്പിക്കുക. അല്ലാതിരിക്കട്ടെ, ഇനിയും ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നമ്മുടെ അവസാന റമളാൻ ആണെങ്കിൽ, അതാണ് പറയുന്നത്, നമുക്ക് ഈ ഒരു നോമ്പ് തുറപ്പിക്കൽ കൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല നെയ്യത്തോടു കൂടെ നൽകാൻ, എന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ അത് വീടാൻ, രോഗങ്ങൾ മാറാൻ, മക്കൾക്ക് ജോലിയാവാൻ നല്ല നെയ്യത്തോടു കൂടെ ഈ രാവിലെ ചെയ്യുന്ന ഒരു ദുആഉം തട്ടിമാറ്റൂല എന്നാണ്. നിങ്ങൾ നോക്കൂ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കലും ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി ഇങ്ങനെ നിസ്കരിക്കുകയാണ്. ഫഅത്വാല സുജൂദ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ സുജൂദിൽ തന്നെ കിടക്കുകയാണ്. അങ്ങനെ കുറേ സമയം അങ്ങനെ സുജൂദിൽ കിടക്കുന്ന സമയത്ത് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങനെ സുജൂദ് ദീർഘമായിരിക്കുന്നത്? മരണപ്പെട്ടു പോയോ? ചലനമില്ലാതെ നിൽക്കുകയാണല്ലോ. ആ രൂപത്തിലേക്കൊക്കെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിചാരിച്ചു പോയി എന്നുള്ളതാണ്. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, എന്തു പറ്റിയെന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറുപടി ഉണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത്തദ്രി അയ്യ ലൈലത്തിൻ ഹാദി, ഈ രാത്രി ഏതാണെന്ന് നിനക്കറിയോ ആയിഷ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. അത്തദ്രി അയ്യ ലൈലത്തിൻ ഹാദിഹി, ഈ രാത്രി ഏതു രാത്രിയാണെന്നറിയോ? അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ്, അല്ലാഹു റസൂലുഹു അഅലം, എനിക്കറിഞ്ഞൂടാ ഇത് ഏത് രാത്രിയാണെന്നുള്ളത്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഹാദിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഇന്നല്ലാഹ അസ്സ വജല്ല യത്വലിഉ അലാ ഇബാദിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ഇത് ബറാഅത്തിന്റെ രാവായ ശഅബാനിന്റെ 15ാമത്തെ രാവാണ് എന്നുള്ളത് നിനക്കറിയൂലേ? അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന ഫയഗ്ഫിറു ലിൽ മുസ്തഗ്ഫിരീന വയർഹമുൽ മുസ്തർഹമീന വയുഅഖിറു അഹ്ലൽ ഹിഖ്ദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾക്ക് ഗുണങ്ങൾ ചെയ്യുന്ന, റഹ്മത്ത് ചെയ്യുന്ന, അല്ലാഹു പാപമോചനം നൽകുന്ന അത്രയും പവിത്രമേറിയ ഈ രാത്രി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സുജൂദ് നീട്ടുന്നത് എന്ന്. നമ്മുടെ ദിവസവും ഇങ്ങനെ സാധാരണ ദിവസമായി കടന്നുപോയാൽ പിന്നെ അതിൽ അർത്ഥമില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. നമ്മളിന്ന് മജ്‌ലിസിൽ വെച്ച് ഇതൊക്കെ ചൊല്ലും. അതോടുകൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേയിൽ അത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങൾക്ക് സാധാരണ നമ്മൾ മജ്‌ലിസിൽ ചൊല്ലുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കും ചൊല്ലാവുന്നതാണ്.
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇത് ഒരു പഴയ പ്രിന്റ് ആയതുകൊണ്ട് ക്ലിയർ കുറവുണ്ട്. ഇൻഷാ അല്ലാഹ് മജ്‌ലിസിൽ വെച്ച് നമ്മൾ ചൊല്ലും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതെന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇവിടെ വായിക്കുന്നുണ്ട്. നിങ്ങളിത് നോക്കണം, ഇത് മനസ്സിലാക്കണം, സ്ക്രീൻഷോട്ട് എടുത്തു വെക്കണം. മജ്‌ലിസിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രധാനമായിട്ട് നമുക്ക് സൂറത്തു യാസീനാണ് ഓതാനുള്ളത്. ഈ സൂറത്തു യാസീനെ കുറിച്ച് പറയുമ്പോൾ സൂറത്തു യാസീൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തന്നെ അത് ലിമ ഖുരിഅത്ല, ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് സൂറത്ത് യാസീൻ നമ്മൾ നല്ല നിയ്യത്തോടുകൂടെ പാരായണം ചെയ്യുക. ഒരു വർഷം നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും തീരുമാനിച്ച് കൈകാര്യം ചെയ്യുന്ന മലക്കുകൾക്ക് നമ്മുടെ വിഷയം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ ഉപ്പമാർ, നിങ്ങളുടെ വിഷയം റബ്ബിലേക്ക്, ഇത് റബ്ബ് മലക്കിലേക്ക് കൈമാറുമ്പോൾ അവിടെ നമ്മുടെ വിഷയത്തിൽ ഖൈർ തീരുമാനിക്കണം, നല്ലതായ കാര്യങ്ങൾ തീരുമാനിക്കണം, അതിൽ ഖൈർ വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ ദുആകളും യാസീനൊക്കെ ഓതുന്നത്. യാസീൻ ഓതാനുള്ള കാരണം നമുക്കറിയാം. യാസീൻ അത്രമേൽ ഫലം ലഭിക്കുന്ന ഒന്നായതുകൊണ്ടാണ് നമ്മൾ യാസീൻ പാരായണം ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ യാസീന് നമുക്കൊക്കെ അറിയാം, അത് നമ്മുടെ ദീർഘായുസ്സിന് വേണ്ടിയിട്ടുള്ള യാസീനാണ്. അപ്പോൾ അള്ളാഹു മലക്കുകൾക്ക് രേഖ കൈമാറുമ്പോൾ, ഡോക്യുമെന്റ്സ് കൈമാറുമ്പോൾ, നടപ്പാക്കാനുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കാര്യത്തിൽ ഖൈറായ തീരുമാനം വേണം. നമുക്കൊരു 60 വയസ്സ് 70 വയസ്സ് വരെ ജീവിക്കാനുള്ള അവസരമാണെന്നുണ്ടെങ്കിൽ അത് 80-90 ആകാനുള്ളതാണ് ദീർഘായുസ്സിന് വേണ്ടിയിട്ട്, ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടിയിട്ട്. അള്ളാഹു അങ്ങനെ ദുആ കൊണ്ട് പല കാര്യങ്ങളും മാറ്റി എഴുതുന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തത് നമ്മുടെ സമ്പത്ത്, സന്താനങ്ങൾ, വീട്, കുടുംബം എന്നിവയിലൊക്കെ ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് വേണം, അതേപോലെ തന്നെ സന്താനങ്ങളിൽ ബറക്കത്ത് വേണം, വീട്ടിൽ ബറക്കത്ത് വേണം, കുടുംബത്തിൽ ബറക്കത്ത് വേണം. ഈ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പ്രധാനമായ ഒരു വിഷയം തന്നെയാണ്. ഈ വർഷത്തെ ഒരു ബജറ്റ് എന്ന രൂപത്തിൽ നമുക്ക് കിട്ടാനുള്ളതാണ്. അപ്പോൾ അള്ളാഹിനോട് നമ്മൾ യാസീൻ അത് ചോദിക്കണം. നമ്മുടെ മജ്‌ലിസിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് യാസീൻ ഓതുന്നതിന് മുമ്പ് നിങ്ങളെ കൊണ്ട് നിയ്യത്ത് വെപ്പിക്കും. നിയ്യത്ത് വെപ്പിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ യാസീൻ ഓതിയിട്ട് അതിനു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. മൂന്നാമത്തത് നമുക്കൊക്കെ അറിയാം, നമ്മൾ ഈ ദുനിയാവിൽ എങ്ങനെ ജീവിക്കുകയാണെങ്കിലും നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആഖിബത്ത് നന്നായി മരണപ്പെടുക എന്നുള്ളതാണ്. ആ ആഖിബത്ത് നന്നായി മരണപ്പെടാൻ, അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. എത്രയോ ആളുകൾ ആഖിബത്ത് മോശമായി മരണപ്പെടുന്നു അല്ലേ? അത് ആർക്കാണ് എങ്ങനെയാണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ യാസീനും കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഈ ഡിസ്പ്ലേയിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു ദുആ ഉണ്ട്, ആ ദുആ ചൊല്ലുന്നത് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഏതാണ് ആ ദുആ? ഞാനത് ചെറിയ രൂപത്തിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ യാ ദൽ മന്നി വലാ യുമന്ന അലൈ യാ ദൽ ജലാലി വൽ ഇക്റാം യാ ദൽ തൗലി വൽ ഇൻആം ലാ ഇലാഹ ഇല്ലാ അൻത അൽഹറുൽ അസീം വജാറുൽ മുസ്തജിരീൻ വജാറുൽ മുസ്തജീരീൻ വഅമാനുൽ ഖായിഫീൻ. اللهم إن كنت كتبتني عندك في الكتاب شقيا أو محروما أو مطرودا عليه في الرزق فمح اللهم بفضلك شقاوتي وحرماني وطردي. ഇതിൽ അക്ഷരങ്ങളുടെ ചില പഴയ പ്രിൻ്റ് ആയതുകൊണ്ട് ചില തെറ്റുകളുണ്ട്. അതുകൊണ്ട് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു നല്ലൊരു ഇമേജ് ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്‌ലിസിൽ കാണിച്ച് നമുക്ക് ദുആ ചെയ്യാം. അതേപോലെ തന്നെ അതിനുശേഷം നമ്മൾ ഓതേണ്ട ഇതിലുള്ള ഒരു ദുആഇൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം തന്നെ അള്ളാഹു നമ്മയൊക്കെ ഷർറ് എന്തെങ്കിലും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഖൈറല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മിലേക്ക് ഈ വർഷം ഇറങ്ങി വരാനുണ്ടെങ്കിൽ അതിലൊക്കെ റാഹത്തും സന്തോഷമൊക്കെ കിട്ടണം എന്നുള്ള വളരെ സവിശേഷമേറിയ ദുആ ആണ്.
ഇൻഷാ അല്ലാ അതിൻ്റെ ഒരു ക്ലിയർ ഉള്ള ഒരു ഇമേജ് നമ്മൾ നമ്മുടെ മജ്ലിസിൽ പ്രത്യേകമായിട്ട് കാണിച്ച് അതിൽ നോക്കിയിട്ട് നിങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് വായിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഓതേണ്ട ഒന്നാണ് സൂറത്തു ദുഖാൻ. അത് ഇന്നത്തെ രാത്രിയിൽ പാരായണം ചെയ്യണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും സൂറത്തു ദുഖാൻ പാരായണം ചെയ്താൽ യസ്തഗ്ഫിറു ലഹു, അവന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നതാണ് 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രത്യേകം പൊറുക്കലിനെ ചോദിക്കുന്നതാണ്. അപ്പൊ ഇന്ന് ഏതെങ്കിലും ഒരാൾ സൂറത്ത് ദുഖാൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് മലക്കുകൾ 70,000 മലക്കുകൾ അവൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനോട് പ്രത്യേകമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യും. ഇന്ന ആൾക്ക് പുറത്തു കൊടുക്കണേ, ഇന്ന ആൾക്ക് പുറത്തു കൊടുക്കണേ, ഇന്ന ആൾക്ക് സ്വർഗം നൽകണേ എന്ന് പറഞ്ഞു ദുആ ചെയ്യും. അതൊരു വലിയ നേട്ടം തന്നെയാണ്, ആ സമയം നഷ്ടപ്പെടുത്തരുത്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറയുന്നത്. വളരെ സവിശേഷമേറിയ ഒരു ദിക്റാണത്. നമുക്കൊക്കെ അറിയാം, തവക്കുലിൻ്റെ ഒരു ദിക്റ് കൂടെയാണത്. ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. അതേപോലെ തന്നെ മറ്റൊന്നാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് പറയുന്നത്. ഹയ്യ് എന്ന് പറയുന്ന ഒരു ഇസ്മ ഇതിലുണ്ട്. എന്താണ് ഹയ്യ് എന്ന് പറയുന്ന ഇസ്മിന്റെ പ്രത്യേകത? എന്താ? ഹയ്യ് എന്ന് പറയുന്ന ഇസ്മ അത് അസ്മാഉൽ ഹുസ്നയിലെ വളരെ സവിശേഷമേറിയ ഒരു ഇസ്മാണ്. അതുകൊണ്ട് പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട്. മഹാനരായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് ഹയ്യ് എന്ന് പറയുന്ന ഇസ്മ ചൊല്ലാറുണ്ടായിരുന്നു. മഹാനരായ അസഫ് ബിൻ ബർഖിയ എന്നവര് ബിൽഖീസ് രാജ്ഞിയുടെ ആ സിംഹാസനം കിലോമീറ്ററുകളോളം അപ്പുറത്ത് നിന്ന് അത്ഭുതകരമാകുന്ന രൂപത്തിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോ യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഖൗല് കൊണ്ട് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബനു ഇസ്രായീലുകാർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുവിൻ്റെ ഇസ്മിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ഇസ്മുണ്ട്, ആ ഇസ്മ കൊണ്ട് ദുആ ചെയ്താൽ വലിയ രക്ഷ കിട്ടും എന്നുള്ളതാണ്. ആ ഇസ്മ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുന്ന വളരെ സവിശേഷമേറിയ ഒരു ഇസ്മാണ്. അള്ളാഹു നമുക്ക് അതൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നേരത്തെ കാണിച്ച ദുആ, അതുപോലെ നമുക്ക് ദുആ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ദുആ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രിന്റിലുള്ള ദുആ ആണ്. അത് നമ്മളിവിടെ ചൊല്ലുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ ഹബ് ലനാ ഖൽബൻ തഖിയ്യൻ നഖിയ്യൻ മിനശ് ശിർക്ക് ബരീഅൻ ലാ കാഫിറൻ വലാ ശഖിയ്യ. അല്ലാഹുമ്മ അഹ്യിനി ഹയാത്തസ് സുഅദാ വഅമിത്നി മൗതശ് ശുഹദാ واحشرنا في زمرة الأنبياء والأصفياء. اللهم إن كنت كتبت اسمي في ديوان السعداء فلك الحمد ولك الشكر، وإن كتبت اسمي في ديوان الأشقياء فامح عني اسم الشقاوة واثبتني في ديوان السعداء، فإنك قلت وقولك الحق يمحو الله ما يشاء ويثبت وعنده أم الكتاب يا ذا الجلال والإكرام എന്ന് പറയുന്ന വളരെ സവിശേഷമേറിയ ദുആ. ഇൻഷാ അല്ലാഹ് നമുക്കിന്നത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളൊക്കെ മജ്ലിസിലേക്ക് വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ദുആകളും ദിക്റുകളും ചൊല്ലാനുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഇതേപോലെ ഒരുമിച്ച് കൂടിയതാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്നതാണ്. അല്ലാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകട്ടെ. നിങ്ങളൊക്കെ കറക്റ്റ് സമയത്തിന് തന്നെ മജ്ലിസിൽ എത്തണം. നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ ഇവിടെ എഴുതി അറിയിക്കുക. നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.